മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ നിലപാടിനെതിരെ ഇടുക്കി എഐഡിഎംകെ നേതൃത്വം. പ്രശ്നങ്ങൾക്കപ്പുറം കേരള ജനതയുടെ സുരക്ഷയാണ് പ്രധാനമെന്ന് ഇടുക്കി ജില്ലാ സെക്രട്ടറി സുപ്പു റോയൽ. അതേസമയം മുല്ലപ്പെരിയാർ വിഷയത്തിൽ വിവിധ തമിഴ് സംഘടനകളുടെ ഉപരോധ സമരം ഇന്ന് നടക്കും. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കടുത്ത നിലപാടുമായി മുൻപോട്ടു പോകുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി കുമാരി ജയലളിതയുടെ നിലപാട് തള്ളിയാണ് എഐഎഡിഎംകെ ഇടുക്കി ജില്ലാ നേതൃത്വം രംഗത്തു വന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രധാനം ജനങ്ങളുടെ സുരക്ഷയാണെന്നും ജലനിരപ്പ് ഉയർന്നാൽ എന്തു സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും എഐഎഡിഎംകെ ഇടുക്കി ജില്ലാ സെക്രട്ടറി സുപ്പു റോയൽ വ്യക്തമാക്കി. லோகம் ஃபுல்லாக எல்லாருக்கும் தெரியும். மெயின் நமக்கு முதல்ல ஃபஸ்ட்டில் பாதுகாப்பு, அடுத்து எல்லாம் பாதுகாப்பு வேணும், அடுத்தது അപ്പോൾ പാതുകാപ്പയും നമ്മൾ பார்க்கணும். അവങ്ങൾക്ക് നീർ. തമിഴ്നാട്ടിൽ നിന്നുള്ള പാർട്ടി നേതാക്കളെ കേരളത്തിൽ പ്രവേശിപ്പിക്കില്ലെന്ന നിലപാട് സംസ്ഥാന പോലീസ് സ്വീകരിച്ചതായും അദ്ദേഹം ആരോപിച്ചു. പെമ്പിളൈ ഉരുമൈ പ്രവർത്തകരുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്നും ഇരു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാക്കുന്ന നടപടികളുണ്ടായാൽ തമിഴ്നാട് സർക്കാർ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന പ്രത്യാശ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അത് ഏത് സമരം പോനാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സമരങ്ങൾ ഏത് സമരமாக இருந்தாலும் தமிழ்நாடு கவர்மெண்ட் பிரத்யேகிச்சு அம்மாவோட கவர்மெண்ட் அதை தடையும், വേണ്ടിയ നിയമപരമായ ഒരു നടപടികൾ അവർ എടുക്കും. അതേസമയം അണക്കെട്ടിന്റെ ജലനിരപ്പ് 142 അടിയായി നിലനിർത്തണമെന്ന ആവശ്യത്തിൽ ഇന്ന് തമിഴ്നാട് കേരള അതിർത്തിയിൽ വഴിതടയൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അൻവർ ബാലസിംഗത്തിന്റെ നേതൃത്വത്തിലുള്ള വിടുതലൈ തിരുച്ചി ഉൾപ്പെടെയുള്ള സംഘടനകളാണ് പ്രതിഷേധവുമായി രംഗത്തുള്ളത്. ഇതിനെ തുടർന്ന് അതിർത്തിയിൽ കേരള പോലീസ് കൂടുതൽ സേനയെ വിന്യസിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്.